സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പാലക്കാട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന ജില്ലാതല യോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. പാലക്കാട് ജില്ലാതല യോഗത്തിൽ 500 പ്രതിനിധികളുമായി മുഖ്യമന്ത്രി സംവദിക്കും. വൈകിട്ട് പാലക്കാട് കോട്ട മൈതാനത്ത് LDF റാലി നടക്കുന്നു. LDF റാലി മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പാലക്കാട് തുടക്കമായിരിക്കുകയാണ് എൻ്റെ കേരളം പരിപാടിക്ക്. വാർഷികാഘോഷം 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള പരിപാടികൾ, അതിൽ മുഖ്യമന്ത്രി ജില്ലയിലെ വിവിധ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയാണ് എന്നതാണ് ഇനി പറയാനുള്ള വാർത്ത. അറിയാം, പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ട സർക്കാരാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പല വിധത്തിലായ പ്രതിസന്ധികൾ നമുക്ക് വന്നു. സാമ്പത്തികമായ ഞെരുക്കം വന്നു. ഒപ്പം അത് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കോവിഡ് വന്നു, 2 പ്രളയം വന്നു, ഓഖി വന്നു, നിപ വന്നു, ഏറ്റവും ഒടുവിൽ വയനാടുണ്ടായ ദുരന്തം. ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോഴും സംസ്ഥാന സർക്കാർ പലവിധമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടമാണ്. സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകാനുള്ള സാധ്യതകൾ അങ്ങനെയൊക്കെ വന്നു. അപ്പോഴും കേന്ദ്രം ഒരു വിധത്തിലുമുള്ള സഹായം സംസ്ഥാന സർക്കാരിന് തന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അപ്പോഴും അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയായിരുന്നു, അതിജീവിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. വികസനത്തിൻ്റെ പാതയിൽ സംസ്ഥാനം നടക്കുന്ന കാലഘട്ടം കൂടിയാണ്. ഇന്ന് പാലക്കാട് പരിപാടിയുടെ വിവരങ്ങൾ നൽകാൻ സച്ചിനാണുള്ളത്. സച്ചിൻ വള്ളിക്കാട്. സച്ചിനിലേക്ക് പോകുന്നു. സച്ചിൻ, വിശാലമായ പരിപാടികൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. 4ാം വാർഷികാഘോഷത്തിന്റെ പരിപാടികൾ ഏതൊക്കെ പരിപാടികളിലാണ് എന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്? 4ാം വാർഷികാഘോഷത്തിന്റെ പരിപാടികൾ എങ്ങനെ, എവിടെ വരെ എത്തി, ഒരുക്കങ്ങൾ എങ്ങനെ? തീർച്ചയായും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് പാലക്കാട് ഉള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗമുണ്ട്. രാവിലെ 10:30-നാണ് യോഗം ആരംഭിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ യോഗം നടക്കുന്ന ഹാളിലാണ്. ഇവിടെ പോലീസ് അടക്കം എത്തി സുരക്ഷാ സന്നാഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിലാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ 10:30 മുഖ്യമന്ത്രി ഈ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് എത്തും. ഇവിടെ വെച്ച് 10:30 മുതൽ 12:30 വരെയാണ് ജില്ലാതല യോഗം നടക്കുക. അതിനുശേഷം ഈ യോഗത്തിൽ 500ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിന്ന് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അതേപോലെ തന്നെ വ്യവസായ രംഗത്തെ ആളുകൾ, യുവജനങ്ങൾ, മറ്റ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം വൈകിട്ടോടുകൂടി കോട്ട മൈതാനത്ത് LDFൻ്റെ വമ്പിച്ച റാലി നടക്കുന്നുണ്ട്. 1,00,000-ലധികം പേർ അണിനിരക്കുന്ന റാലിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ 2 പരിപാടികളിലും സംസ്ഥാനത്തെ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ LDF റാലിയിൽ സംസ്ഥാനത്തെ LDFൻ്റെ നേതാക്കളും പങ്കെടുക്കും. ഇന്നലെ സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി എൻ്റെ കേരളം പ്രദർശന വിപണനമേള പാലക്കാട് ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. മന്ത്രി MP രാജേഷിൻ്റെ അധ്യക്ഷതയിൽ വലിയ രീതിയിലുള്ള ഒരു വിപുലമായ ഘോഷയാത്ര അടക്കം നടത്തിക്കൊണ്ടാണ് പാലക്കാടും സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. വമ്പിച്ച രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം ഈ 9 വർഷക്കാലം സംസ്ഥാനത്ത് LDF സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളിൽ വലിയൊരു നേട്ടം പാലക്കാടിനുമുണ്ട്. കാരണം വ്യവസായ ഇടനാഴി അടക്കമുള്ള കാര്യങ്ങളിൽ വലിയൊരു കുതിപ്പാണ് പാലക്കാട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ ജനങ്ങളുടെ പൂർണ്ണ വിശ്വാസം അതുതന്നെയാണ് ഇന്ന് രാവിലെ നടക്കുന്ന ജില്ലാതല യോഗത്തിൽ നടക്കുക. അടിസ്ഥാന വർഗമായ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാതല യോഗത്തിൽ ഇവരുമായി സംവദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വികസന കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇനി ഭാവിയിൽ കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സംവാദമാണ് ഇന്ന് നടക്കുക. അത്തരത്തിൽ വിപുലമായ പരിപാടികൾ തന്നെയാണ് വാർഷികത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പാലക്കാടും പോകുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. വാർഷികാഘോഷ പരിപാടി, LDF സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടി പാലക്കാട് നടക്കുകയാണ്. സച്ചിൻ വള്ളിക്കാടാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.